അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു നാടൻ കറിയാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു കറി തന്നെയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ മറ്റൊരു കറികൾ നമുക്ക് വേണ്ട. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു 7-8 പപ്പടം എടുത്തിട്ടുണ്ട്. ഈ പപ്പടത്തിൻ്റെ പൊടി ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ നീളത്തിനൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ. ഒരുപാട് സമയമൊന്നും ഇപ്പോൾ പപ്പടം കറി വെക്കാനായിട്ട് വേണ്ട. അപ്പോൾ പപ്പടക്കറി ഇതിനു മുമ്പ് വേറെയും പല രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തരിക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ നമ്മൾ പപ്പടം എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് പപ്പടം ഒന്ന് വറുത്ത് പോരാം. അപ്പോൾ നമ്മുടെ പപ്പടം എല്ലാം ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് അതേ പാനിൽ തന്നെ കറി റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പപ്പടം എല്ലാം വറുത്തൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് 1/2 ടീസ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ സവാള എല്ലാം എടുത്തേക്കുന്ന ചുമന്നുള്ളി, അപ്പോൾ ആവശ്യത്തിനുള്ള ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി ഇല്ല എന്നുള്ളവർ സവാള ചേർത്താലും മതിയാവും കേട്ടോ. ചുമന്നുള്ളി ചേർത്ത് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ചുമന്നുള്ളി എല്ലാം നല്ലപോലെ വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം മറക്കല്ല കേട്ടോ. അപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ എല്ലാവർക്കും കറി വെക്കാനൊക്കെ അല്ലേ ബുദ്ധിമുട്ട്, എല്ലാ ദിവസവും ഓരോ കറികൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/4 സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ മീറ്റ് മസാല. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ പൊടിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് ഇതാ 2 ചെറിയ തക്കാളി പഴുത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വരണം. നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പപ്പട കറി ആയതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് ഇടാനായിട്ട്. പപ്പടത്തിന് നല്ല ഉപ്പുണ്ട്. അപ്പോൾ ഒരല്പം മാത്രം ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പപ്പടം ചേർത്ത് കൊടുക്കാം. പപ്പടം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. ഉപ്പ് ശ്രദ്ധിച്ച് മാത്രം ഇടുക. ഉപ്പ് കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാലും കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാവും. പപ്പടം നല്ല ഉപ്പല്ലേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഉപ്പൊക്കെ ഈ സമയം നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും മതിയാവും നമ്മുടെ കറി. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മൾ വളരെ എളുപ്പമായിട്ടാണ് പപ്പടക്കറി ഇവിടെ തയ്യാറാക്കിയെടുത്ത് തേങ്ങ വറുത്തരച്ച് വെക്കുന്നതുണ്ട്. പല രീതിയിൽ നമ്മൾ വെക്കാറുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.